മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. മുൻ ദേവികുളം MLA ആയിട്ടുള്ള എസ് രാജേന്ദ്രൻ ഭാരതീയ ജനതാ പാർട്ടിയിൽ അംഗത്വം എടുത്തതുമായി ബന്ധപ്പെട്ട് MM മണി രംഗത്തെത്തിയിട്ട് ഈ എസ് രാജേന്ദ്രനെ തല്ലിക്കൊല്ലണം എന്ന തരത്തിലൊരു വലിയ കൊലവിളി നമ്മുടെ കേരളത്തിൽ നടത്തിയിരുന്നു. ഈ ഒരു വിഷയം MM മണിയുടെ ഈ ഒരു കൊലവിളിയൊക്കെ കേട്ട സമയത്ത് തന്നെ ആ സമയത്ത് ഞാൻ കരുതിയിരുന്നത് ഏതായാലും ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് എത്തിയിട്ടുള്ള എസ് രാജേന്ദ്രൻ ചില്ലറക്കാരനായിരിക്കില്ല. കാരണം MM മണിക്ക് കുരുപൊട്ടി രംഗത്തെത്തിയിട്ട് കൊലവിളി നടത്തണമെങ്കിൽ മൂന്നാറിനെ സംബന്ധിച്ച് ഇടുക്കിയെ സംബന്ധിച്ച് എസ് രാജേന്ദ്രൻ ചില്ലറക്കാരനാവില്ല എന്നൊരു ധാരണ അന്നേ ഉണ്ട്. ഏതായാലും രാജീവ് ചന്ദ്രശേഖരനും BJP സംവിധാനങ്ങള് മൂന്നാറിൽ എത്തുന്നതുമായി ബന്ധപ്പെട്ട ഒരു പ്രോഗ്രാമിനെ കുറിച്ച് ആ സമയങ്ങളിൽ തന്നെ വാർത്തകൾ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ കരുതിയത് ഏതായാലും ആ പ്രോഗ്രാം ഒക്കെ നടക്കട്ടെ, അതിനുശേഷം MM മണി എന്തുകൊണ്ട് കൊലവിളി നടത്തി, എസ് രാജേന്ദ്രൻ ഈ പറയുന്നതിന് മാത്രമുണ്ടോ, ഇതൊക്കെ ഒന്ന് അളക്കാമെന്ന് കരുതിയിട്ട് വിഷയം ഈ പ്രോഗ്രാം നടക്കട്ടെ, എന്നിട്ട് ആ വിഷയത്തെ കുറിച്ചൊരു അഭിപ്രായം പറയാമെന്നാണ് ഞാൻ കരുതിയിരുന്നത്. ഇന്ന് മൂന്നാറിൽ എസ് രാജേന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകള് രാജീവ് ചന്ദ്രശേഖരനെയും കാത്ത് അവിടെ ഒരു വലിയ പ്രോഗ്രാം നടന്നു. വിവിധ പാർട്ടികളിൽ നിന്ന് നിരവധി നേതാക്കൾ ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയിൽ അംഗത്വം എടുത്തു. രാജീവ് ചന്ദ്രശേഖർ മൂന്നാറിലേക്ക് എത്തുന്ന സമയത്ത് വലിയൊരു ജനാവലി തന്നെയാണ് രാജീവ് ചന്ദ്രശേഖരനെ കാത്തിരുന്നത്. ആ പ്രോഗ്രാമും അതുമായി ബന്ധപ്പെട്ടുള്ള ഓരോ കാര്യങ്ങളും കാണുമ്പോൾ ഏതൊരു മലയാളിക്കും മനസ്സിലാക്കാൻ സാധിക്കും, വെറുതെയല്ല MM മണിക്ക് കുരുപൊട്ടിയിട്ട് എസ് രാജേന്ദ്രനെതിരെ കൊലവിളി നടത്തിയത്. കാരണം വലിയ ജനസ്വാധീനമുള്ള, വലിയ രീതിയിൽ ജനഹൃദയങ്ങളിൽ സ്വാധീനമുള്ളൊരു നേതാവാണ് എസ് രാജേന്ദ്രൻ, മുൻ ദേവികുളം MLA. അത്രമാത്രം ആളുകളാണ് ഇന്ന് രാജീവ് ചന്ദ്രശേഖരനെയും കാത്ത് മൂന്നാറിൽ ഉണ്ടായിരുന്നത്. ആ പ്രോഗ്രാമില് വലിയ ജനപങ്കാളിത്തം തന്നെ ഉണ്ടായിരുന്നു. ഇതൊക്കെ തന്നെ മുൻനിർത്തിക്കൊണ്ട് വളരെ വ്യക്തമായിട്ട് ഒരു കാര്യം അങ്ങ് മുന്നോട്ട് വെക്കാം. നമ്മുടെ കേരളത്തിലെ ഭരണപക്ഷമോ പ്രതിപക്ഷമോ ഇവിടത്തെ പ്രമുഖ മാധ്യമങ്ങളോ കരുതുന്നത് പോലെയല്ല വരാനിരിക്കുന്ന നിയമസഭാ ഇലക്ഷൻ റിസൾട്ട് എന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട. ഇവിടെ കുറെ ആളുകള് BJPക്ക് എവിടെ സീറ്റ് എവിടെ കിട്ടും, തിരുവനന്തപുരത്ത് ഒന്ന്, പാലക്കാട് ഒന്ന്, ഇത്തരത്തിലൊക്കെ എണ്ണാനും, ഇനി അതല്ല തിരുവനന്തപുരത്ത് ഒരു 5 ആണെങ്കിലും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് ഇത്തരത്തിൽ ചർച്ച നടത്തുമ്പോ ഇത്തരത്തിൽ നടത്തുന്ന സകലരോടും പറയാനുള്ളത്, നിങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമുള്ള ഒരു റിസൾട്ടിലേക്ക് 100% വരുന്ന നിയമസഭാ ഇലക്ഷനിൽ BJPക്ക് നേട്ടണ്ടോ. ഈ മൂന്നാറിൽ പോലും MM മണി അടക്കി ഭരിക്കുന്ന, ചെറു വിരലറിയാൽ പാർട്ടി സംവിധാനങ്ങൾ നിയന്ത്രിക്കുന്ന ഒരു സ്ഥലത്ത്, ഒരു പ്രദേശത്ത് പോലും ഒരു നേതാവും വലിയ ജനാവലിയും BJPയിലേക്ക് അംഗത്തെടുക്കുക, വലിയ ജനാവലി മൂന്നാറിൽ BJPയെ കാത്തിരിക്കുക. ഏത് പാർട്ടിയാ കേരളത്തിൽ ഒരു MLA ഇല്ലാത്ത BJP പ്രസിഡന്റിനെ കാത്തിരിക്കാനാ വലിയ ജനാവലി ഇടുക്കിയില്. ഇവിടെ കുറെ ആളുകള് സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരൊക്കെ ഇവിടേക്ക് നിയമിച്ചു, കേന്ദ്ര സർക്കാർ നിയമിച്ചു എന്നൊക്കെ പറയുന്ന സമയത്ത് ഇവിടെ എന്തൊക്കെ ബഹളായിരുന്നു. രാജീവ് ചന്ദ്രശേഖരന് മലയാളം അറിയില്ല, പ്രൊഫഷണൽ ആളുകളും ഇത് കേരളത്തിന്റെ മണ്ണാണ്, ഇവിടെ ഒരു പ്രത്യേകത, അതങ്ങനെയാണല്ലോ ഏത് വരുമ്പോ ഇവിടെ എന്തോ പ്രത്യേകത, ബാക്കി എല്ലാ സംസ്ഥാനങ്ങളും വേറെ തരത്തിൽ. ഇവിടെ അതൊരു തെറ്റായ രീതിയാണ്. ഈ രാജ്യം ഒന്ന് എന്ന രീതിയിലാണ് ഈ രാജ്യത്തെ പൗരന്മാർ ചിന്തിക്കേണ്ടത്. എന്നാലും ഇവിടെയുള്ള സകല പ്രതിപക്ഷം കൂടി വലിയ രീതിയിൽ മലയാളം അറിയില്ല രാജീവ് ചന്ദ്രശേഖരന്. ആരാ ഈ പറയുന്നത്? ഇവിടെയുള്ള പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ ആരാ? രാഹുൽ ഗാന്ധിയെ, മലയാളം അറിയാത്ത ഈ രാഹുൽ ഗാന്ധിയെ മത്സരിപ്പിച്ച് വിജയിച്ച് രാഹുൽ ഗാന്ധി ഇവിടെ MP ആയ സമയത്ത് ടൂറ് വരുന്നത് പോലെ എന്തെങ്കിലും ഒന്ന് വന്നാലായി എന്ന് പറഞ്ഞു പോയിട്ടുള്ള രാഹുൽ ഗാന്ധിയെ തോളിലേറ്റി MP ആക്കിയിട്ടുള്ള, അത് മാത്രാണോ, ഒരു വിരലിലെണ്ണാവുന്ന അപ്പുറത്തേക്ക് രാഹുൽ വന്നില്ല. എന്നിട്ട് രാഹുലിന്റെ പെങ്ങളെയും, മലയാളം അറിയാത്ത പെങ്ങളെയും മത്സരിപ്പിച്ച് ഇവിടെ MP ആക്കി മുന്നോട്ട് പോകുന്ന കോൺഗ്രസ്സുകാർ പറയാണ് രാജീവ് ചന്ദ്രശേഖരന് മലയാളം അറിയൂല പ്രൊഫസർ. ഇതൊക്കെ എജ്ജാതി മണ്ടത്തര. രാജീവ് ചന്ദ്രശേഖരൻ മലയാളവും പറയും, പ്രൊഫഷണൽ പൊളിറ്റിക്സും അറിയാം, ഗ്രൗണ്ടിൽ ഇറങ്ങണമെങ്കിൽ ഗ്രൗണ്ടിലും ഇറങ്ങും,
മണ്ണിലിറങ്ങി പണിയെടുക്കാൻ അറിയുന്ന ഒരു വ്യക്തമായ ഒരു രാഷ്ട്രീയ നേതാവാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന് കേരളക്കര അങ്ങ് തിരിച്ചറിഞ്ഞില്ലേ. നമ്മുടെ തലസ്ഥാന നഗരി തിരുവനന്തപുരം കോർപ്പറേഷൻ തന്നെ BJP അങ്ങ് തൂക്കിയില്ലേ. അത് മാത്രാണോ, നിരവധി പഞ്ചായത്തുകൾ ഭരിക്കുന്ന 2020 പാർട്ടിയെ NDAയുടെ ഭാഗമാക്കിയില്ലേ. ഇതൊക്കെ ഒരു അതായത് തന്ത്രങ്ങൾ മെനയ അത് റിസൾട്ടിലേക്ക് എത്തിക്കുക എന്നൊക്കെ പറയുന്നത് വലിയ മികവാ. രാജീവ് ചന്ദ്രശേഖരന്റെ കേന്ദ്ര നേതൃത്വം വെറുതെയല്ല സംസ്ഥാന പ്രസിഡന്റ് ആക്കിയത്. അദ്ദേഹം മണ്ണിലിറങ്ങുന്നതിനെ കുറിച്ച് ഞാനിവിടെ ലേറ്റസ്റ്റ് ഇതൊക്കെ നിരവധി തവണ അദ്ദേഹം ചെയ്തതാ. ഇന്ന് മൂന്നാറിൽ എത്തിയ സമയത്തും അദ്ദേഹം ഏത് രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്തു എന്നതിന്റെ ഒരു ഉദാഹരണം ഞാനൊന്നെടുത്ത് മുന്നോട്ട് വെക്കാം. അതായത് സാധാരണ ആളുകളിലേക്ക് രാജീവ് ചന്ദ്രശേഖർ ഇറങ്ങിച്ച് പ്രൊഫഷണൽ ആണ്, മലയാളം അറിയില്ല, ആളുകളിലെ ഇടയിലേക്ക് ഇറങ്ങാനാവില്ല എന്നൊക്കെ പറഞ്ഞ രാജീവ് ചന്ദ്രശേഖർ എന്താണ് ചെയ്യുന്നത് എന്ന് ഞാനൊന്ന് വായിച്ചേൽപ്പിക്കുക. അദ്ദേഹത്തിന്റെ ലേറ്റസ്റ്റ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റാ. മൂന്നാറിലെ നമ്മുടെ പ്രവർത്തകരുടെ അഭ്യർത്ഥന പ്രകാരം തേയിലത്തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന ലയങ്ങൾ ഞാൻ സന്ദർശിച്ചു. അവിടെ ഞാൻ നേരിൽ കണ്ട കാഴ്ചകൾ അങ്ങേയറ്റം അസ്വസ്ഥത ഉണ്ടാക്കുന്നതായിരുന്നു. അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാത്ത ജീർണിച്ചതും സുരക്ഷിതമല്ലാത്തതുമായ വീടുകളിൽ താമസിക്കുന്ന കുടുംബങ്ങൾ നിർബന്ധിതരാകുകയാണ്. തിരുവനന്തപുരത്തെ രാജാജി നഗർ കോളനികൾ മുതൽ മൂന്നാറിലെ ലയങ്ങൾ വരെ സാധാരണക്കാരായ അധ്വാനിക്കുന്ന മനുഷ്യരുടെ അവസ്ഥ ഒന്നു തന്നെയാണ്. കോൺഗ്രസിന്റെയും CPMന്റെയും പതിറ്റാണ്ടുകൾ നീണ്ട കുറ്റകരമായ അവഗണനയാണ് ഇതിന് കാരണം. തൊഴിലാളികൾക്ക് മാന്യമായ പാർപ്പിടം ഉറപ്പാക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ PMAY പോലുള്ള പദ്ധതികൾ തടയുന്ന CPMന്റെ തരം താഴ്ന്ന രാഷ്ട്രീയത്തിന്റെ പ്രതിഫലനമാണ് ഈ ദുരിതം. വോട്ടിന് വേണ്ടി ജനങ്ങളെ ദരിദ്രരായി നിലനിർത്താനാണ് അവർ ആഗ്രഹിക്കുന്നത്. എന്നാൽ അവർക്ക് മാന്യമായ ജീവിതവും ശാക്തീകരണവുമാണ് ഞങ്ങൾ ലക്ഷ്യമിടുന്നത്. ഈ സ്ഥിതി മാറും. BJP NDA സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ എല്ലാവർക്കും അടച്ചുറപ്പുള്ള വീടും മാന്യമായ ജീവിതവും ഞങ്ങൾ ഉറപ്പാക്കും. മാറാത്തത് മാറും. ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഏതെങ്കിലും ഉത്തരേന്ത്യയിലൂടെ രാജീവ് ചന്ദ്രശേഖർ നടന്നു പോകുന്നതല്ല, നമ്മുടെ മൂന്നാറിലൂടെ നടന്നു പോകുന്നതാ. രാജീവ് ചന്ദ്രശേഖർ ഏതൊരു സ്ഥലത്തെത്തുമ്പോഴും അവിടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങളെ കുറിച്ച് സംസാരിക്കുക, അവിടെയുള്ള സാധാരണക്കാർക്ക് വേണ്ടി സംസാരിക്കുക. ഇത് കേരളത്തിലുടനീളം ഇവിടെ പ്രമുഖ മാധ്യമങ്ങളൊന്നും ഇതൊന്നും ചർച്ചയാക്കുന്നില്ല, ഇതൊക്കെ അവഗണിച്ചാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷെ കേരളത്തിൽ പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഓൺലൈൻ മീഡിയാസ്, സോഷ്യൽ മീഡിയയില് മലയാളികൾ വലിയ രീതിയിൽ അത് നോക്കിക്കാണുന്നുണ്ട്. എന്താണ് ഇവിടെ ഓരോ പാർട്ടികളും ചെയ്യുന്നത്? ഇവിടെ മലയാളികൾ, ഇവിടെ കോൺഗ്രസ് എന്താ ചെയ്യുന്നത്, ഇവിടെ CPM എന്താ ചെയ്യുന്നത്, മുസ്ലിം ലീഗ് എന്താണ് ചെയ്യുന്നത്, ഇവിടെ BJP എന്താണ്, ഇതൊക്കെ തന്നെ കൃത്യമായിട്ട് വിലയിരുത്തലുകൾ ഈ കാലഘട്ടത്തിൽ നന്നായിട്ട് നടക്കുന്നുണ്ട്. അതിന് പ്രത്യേകിച്ച് ഒരു പ്രമുഖ മാധ്യമത്തിന്റെയും ആവശ്യമില്ല. ഇവിടെ സോഷ്യൽ മീഡിയയിൽ തന്നെ നോക്കിയാൽ മതി, ഓരോരുത്തരും എന്ത് ചെയ്യുന്നു. ഇവിടെ രാജീവ് ചന്ദ്രശേഖർ BJP ഓരോ സമയത്തോ വികസനത്തെ കുറിച്ച് സംസാരിക്കുന്നു. നല്ല നാളേക്ക് വേണ്ടത് വികസനം തന്നെയാ. അത് രാജീവ് ചന്ദ്രശേഖർ കൃത്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു, കൃത്യമായിട്ട് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നു, ആ വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കുന്നു. മൂന്നാറിലെത്തിയിട്ടും രാജീവ് ചന്ദ്രശേഖരനെ സ്വീകരിച്ചത് എന്തുമാതിരി വലിയ ജനാവലിയ. ഇതൊക്കെ തന്നെ സകല മലയാളികളും തിരിച്ചറിയാ. ഒരു പാലക്കാടോ തിരുവനന്തപുരത്തോ മാത്രമൊന്നല്ല ഈ വരുന്ന നിയമസഭാ ഇലക്ഷനിൽ റിസൾട്ട് ഉണ്ടാവാൻ പോകുന്നത്. എല്ലാ ജില്ലകളിലും കൃത്യമായിട്ടുള്ള ഒരു റിസൾട്ടിലേക്ക് ഇത്തവണ BJP എത്തും എന്നുള്ളതിലൊന്നും ഒരു തർക്കവും വേണ്ട. ഞാൻ ഈ കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് മറ്റ് പ്രമുഖ മാധ്യമങ്ങളൊന്നും ഇതൊന്നും ചർച്ചയാക്കാത്തത് കൊണ്ട് യാഥാർത്ഥ്യങ്ങളും സത്യങ്ങളും മലയാളികൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ എടുത്തിട്ട് മുന്നോട്ട് വെക്കുന്നത്. ഈ യാഥാർത്ഥ്യങ്ങൾ പറയുന്നതിന് എന്നെ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞിട്ടും യാതൊരു കാര്യവുമില്ല. വരുന്ന നിയമസഭാ ഇലക്ഷൻ റിസൾട്ട് വരുമ്പോൾ വലിയ ഗുണം NDAക്ക് BJPക്ക് ഉണ്ടാവും എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട.